ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് റമളാൻ 15. നഫീസത്തുൽ മിസ്രിയ, മാതൃകാ വനിത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൾ, അവരുടെ വഫാത്ത് ദിനം. പകലിൽ നോമ്പും രാത്രിയിൽ നിസ്കാരവുമായി കഴിഞ്ഞുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹറമായ മഹദി മദീനയിൽ നിന്ന് ആ കാലയളവിൽ മഹദി ഒരിക്കലും മാറി താമസിച്ചില്ല. മഹദി 30 തവണ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. അതിലധികവും നടന്നിട്ടാണ് പോയത്. മഹദി അവറുകൾ വല്ലാതെ കരയുമായിരുന്നു. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ഇപ്രകാരം ദുആ ചെയ്യുമായിരുന്നു: എന്റെ ഇലാഹും സയ്യിദും യജമാനനുമായ നാഥ, എന്നെ നിന്റെ തൃപ്തി കൊണ്ട് സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നഫീസത്ത് ബീവിയുടെ സഹോദരപുത്രി സൈനബ ബീവി റളിയല്ലാഹു അൻഹു പറയുന്നു: എന്റെ അളാമയായ നഫീസ ബീവിക്ക് 40 വർഷം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ ഒരിക്കലും രാത്രി ഉറങ്ങുന്നതോ പകലിൽ നോമ്പുകാരിയല്ലാതെയോ ഞാൻ മഹദിയെ കണ്ടിട്ടില്ല. ഞാൻ മഹദിയോട് ചോദിച്ചു, അങ്ങേക്ക് ശരീരത്തോട് ഒന്ന് കൃപ കാണിച്ചുകൂടെ? മഹദി പറഞ്ഞു, ഞാൻ എങ്ങനെ എന്റെ ശരീരത്തോട് മയം കാണിക്കും? എന്റെ മുമ്പിൽ കുറെ കടമകൾ കടക്കേണ്ടതുണ്ട്. വിജയികളല്ലാതെ അവകളെ മുറിച്ചു കടക്കുകയില്ല. ഷാഫിഈ ഇമാമ് രോഗബാധിതനാവുന്ന വേളയിലെല്ലാം ശമനത്തിനായി ബീവിയോട് ചെന്ന് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമാറുണ്ടായിരുന്നു. തൽഫലമായി പോയവർ തിരിച്ചു വരും മുമ്പേ സുഖം പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. ഇമാമിന്റെ മരണത്തിലേക്കെത്തിച്ച രോഗഘട്ടം പ്രാർത്ഥനാഭ്യർത്ഥനവുമായി ചെന്ന ശിഷ്യനോട് പ്രാർത്ഥനയ്ക്കു പകരം മഹദി പറഞ്ഞു: അല്ലാഹു തിരുദർശനത്തിന് ഇമാമിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ മടക്കയാത്രയ്ക്കു സമയമായെന്ന് ബീവിയുടെ പ്രതികരണത്തിൽ നിന്നും ഇമാം മനസ്സിലാക്കി. ഇമാം ഷാഫിഈ മരണത്തിനൊരുങ്ങി. മഹദി മിസ്രിലെ തന്റെ വീട്ടിൽ സ്വന്തം കൈകൊണ്ട് കുഴിച്ച ഖബറിൽ ധാരാളമായി നിസ്കരിക്കുമായിരുന്നു. അതിൽ ഇറങ്ങിയിരുന്ന് മഹദി 190 ഖതമുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു റിവായത്ത് പ്രകാരം 2000 ഖതമുകൾ എന്നാണ്. 1900 ഖതമുകൾ എന്നും അഭിപ്രായമുണ്ട്. ബീവിയുടെ അയൽക്കാരായി ഒരു ജൂത കുടുംബം താമസിച്ചിരുന്നു. ഇവർക്ക് സ്വയം എഴുന്നേറ്റു നിൽക്കാനും നടക്കാനും ശേഷിയില്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ വീട്ടിലും മുറ്റത്തുമൊക്കെ ഇഴഞ്ഞു നീങ്ങുമായിരുന്നു. ഒരു ദിവസം വീട്ടിൽ അവളുടെ മാതാവ് മാത്രമുള്ള സമയം മാതാവിന് കുളിമുറിയിൽ പോകണം. മകളോട് ചോദിച്ചു, എനിക്ക് കുളിമുറിയിൽ പോകണം, നിന്നെ ഞാൻ എന്തു ചെയ്യും? കുട്ടി പറഞ്ഞു, എന്നെ നിങ്ങൾ നമ്മുടെ അയൽപക്കത്തെ ബീവിയുടെ സമീപത്തേക്ക് ആക്കുക. നിങ്ങൾ മടങ്ങി വരുന്നത് വരെ ഞാൻ അവിടെ നിന്നോളാം. കുട്ടിയെ ബീവിയുടെ സമീപത്താക്കി മാതാവ് പോയി. ളുഹർ നിസ്കാരത്തിന് സമയമായി. ബീവി നിസ്കരിക്കാൻ വുളൂ ചെയ്യാൻ എഴുന്നേറ്റു. കുട്ടിയെ സമീപത്താക്കി മഹദി ഉളൂ എടുത്തു. ആ കുട്ടിക്ക് അല്ലാഹു മഹദി ഉളൂ എടുത്തു ഒഴുകി വരുന്ന വെള്ളം എടുക്കാൻ തോന്നിപ്പിച്ചു കൊടുത്തു. മഹദിയുടെ സമീപത്തേക്ക് ഇഴഞ്ഞെത്തിയ കുട്ടി ആ വെള്ളം കയ്യിൽ എടുത്തു തന്റെ അവയവങ്ങളിൽ പുരട്ടി. തളർന്ന കാലുകളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അവൾ സുഖപ്പെട്ടു. കുട്ടി പരസഹായമില്ലാതെ എഴുന്നേറ്റ് വീട്ടിലേക്ക് ഓടിപ്പോയി. സംഭവമറിഞ്ഞ ആ കുടുംബം പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു. നഫീസത്ത് ബീവിയുടെ ഖാദിമത്തായ സൈനബ ബീവി പറയുന്നു: റജബ് മാസം ബീവി രോഗബാധിതയായി. ഭർത്താവ് ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു നാട്ടിലില്ലായിരുന്നു. ഞാൻ അവർ തിരിച്ചു വരാൻ പറഞ്ഞ് അദ്ദേഹത്തിന് കത്തയച്ചു. റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വരെ രോഗം തുടർന്നു. രോഗം കലശയായെങ്കിലും നോമ്പ് ഉപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. നോമ്പ് ഒഴിവാക്കാനുള്ള വൈദ്യനിർദ്ദേശത്തിന് മഹദി പ്രതികരിച്ചതിങ്ങനെ: 30 വർഷമായി നോമ്പുകാരിയായിരിക്കെ മരിക്കണമെന്ന് ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് അവസരമെത്തിയപ്പോൾ നിങ്ങൾ എന്നോട് നോമ്പൊഴിവാക്കാൻ ആവശ്യപ്പെടുകയാണോ? റമളാൻ 2ാമത്തെ 10ലേക്ക് പ്രവേശിച്ചു. ഇതേ അവസ്ഥ തന്നെ തുടർന്നു. മരണമാസന്നയായി മഹദി സൂറത്തുൽ അൻആം പാരായണം ചെയ്യാൻ തുടങ്ങി. അൻആമിലെ 127 ആയത്ത് എത്തിയപ്പോൾ മഹദി ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹദി തന്റെ മരണാനന്തര കാര്യങ്ങൾ ഭർത്താവായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നത് പോലെയല്ലാതെ നടപ്പാക്കാൻ പാടില്ല എന്ന് വസിയത്ത് ചെയ്തിരുന്നു. നാട്ടിലില്ലാതിരുന്ന മഹാനവറുകൾ അന്ന് സ്ഥലത്തെത്തി.
അപ്പോഴേക്കും എല്ലാ നാട്ടിലെയും ഗ്രാമങ്ങളിലെയും ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. മിസ്രിലെ എല്ലാ ഭവനങ്ങളിൽ നിന്നും കരച്ചിൽ കേൾക്കാമായിരുന്നു. മഹാൻ മഹദിക്ക് വേണ്ടി ഒരു താബൂക്ക് തയ്യാറാക്കിയിരുന്നു. മഹാൻ പറഞ്ഞു, ബീവിയെ ഞാൻ അവരുടെ പിതാമഹന്റെ അടുക്കൽ മദീനയിൽ മറമാടാൻ കൊണ്ടുപോവുകയാണ്. ഇത് കേട്ട സങ്കടത്തിലായ ജനത മഹാനെ സമീപിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി അവിടെ തന്നെ മറമാടാൻ അപേക്ഷിച്ചു. അദ്ദേഹം വഴങ്ങിയില്ല. ജനങ്ങൾ ഒരുമിച്ച് കൂടി രാജാവിനെ സമീപിച്ചു. അദ്ദേഹം മുഖേന ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു നോക്കി. രാജാവ് പറഞ്ഞു, അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു, മഹദിയുടെ ഖബർ ഇവിടെയാക്കുന്നതിൽ നിങ്ങൾ എതിർ പറയരുത്. മഹദിയുടെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും വന്നാൽ ഞങ്ങൾ മഹദിയെ സമീപിക്കും. മഹദി ദുആ ചെയ്തു. തൽഫലമായി ഞങ്ങൾക്ക് ആ പ്രയാസം നീങ്ങുകയും ചെയ്തു. മഹദിയെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ വിട്ടുതരണം. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ മഹദിയുടെ ഖബറിൽ ചെന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അത് കാരണം ഞങ്ങൾക്ക് ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും. പക്ഷെ ഇതൊന്നും ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ല. മഹാനവറുകളുടെ മനം മാറ്റം പ്രതീക്ഷിച്ച് ജനങ്ങൾ കുറെ ധനം ഒരുമിച്ച് കൂട്ടി മഹാനെ സമീപിച്ചു. മഹാൻ വഴങ്ങിയില്ല. ധനം മഹാന്റെ സമീപത്ത് വെച്ച് അവർ മടങ്ങിപ്പോയി. വലിയ സങ്കടത്തിലായി ആ രാത്രി അവർ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ വീണ്ടും അവർ മഹാന്റെ സമീപത്തേക്ക് ഓടിയെത്തി. അത്ഭുതം, ഇന്നലെ കണ്ട ആളല്ല ഇന്ന്. അവർക്ക് മഹദിയെ മിസ്രിൽ തന്നെ മറമാടാൻ മഹാൻ സമ്മതം കൊടുത്തു. അവരുടെ ധനം മടക്കി കൊടുക്കുന്നു. ഇത് കണ്ട് അമ്പരന്ന ജനങ്ങൾ മഹാനോട് കാരണം ആരാഞ്ഞു. മഹാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, അവരുടെ ധനങ്ങൾ അവർക്കു തന്നെ മടക്കി കൊടുക്കുക, അവരുടെ അടുക്കൽ തന്നെ ബീവിയെ മറവു ചെയ്യുക. ഇത് കേട്ട ജനങ്ങൾ ആഹ്ലാദിച്ചു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്തു ചൊല്ലി. ഇങ്ങനെയാണ് മഹദിയുടെ ഖബറിടം മിസ്രിലായതിന് പിന്നിലുള്ള ചരിത്രം. റമളാൻ 15 നോമ്പുകാരിയായിക്കൊണ്ട് സ്വന്തമായി കുഴിച്ച ഖബറിൽ ഇരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഇൽമിന്റെ താഴ്വേരായ പൊന്നുമ്മ നഫീസത്തുൽ മിസ്രിയ പരലോകം പുൽകിയത്. ഹദിക്ക് വേണ്ടി നമുക്ക് ഫാത്തിഹ, യാസീൻ എന്നിവ ഓതി ഹദിയ ചെയ്യാം. എല്ലാവരും ദുആയില് പരസ്പരം ഉൾപ്പെടുത്തുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നഫീസത്തുൽ മിസ്രിയയുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.